ഹലോ മക്കളെ, ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണുക. ഈ ഒരു ക്ലാസ്സിൽ 136ാമത്തെ പേജിൽ 136 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ എന്താണ് മുകളിൽ തന്നിട്ടുള്ളത്? സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ്. സ്വിച്ച് ഇടൂ, ബൾബ് കത്തിക്കൂ. സി മീനൂസ് പ്രോജക്റ്റ് ഫോർ ദ മാത്ത് ഫെയർ. മീനു ഗണിതമേളയ്ക്കായി ചെയ്തത് നോക്കൂ. കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിലോ ഈച്ച് സ്വിച്ച് ആൻഡ് ഫിൽ ദ ബൾബ് ഷോയിങ് ദിസ് നമ്പർ വിത്ത് ദ സെയിം കളർ ആസ് ദ സ്വിച്ച്. ജോയിൻ ദ സ്വിച്ച് ആൻഡ് ദ ബൾബ്. സ്വിച്ചിന് താഴെയുള്ള ക്രിയകളുടെ ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിൻ്റെ നിറം കൊടുക്കണം. സ്വിച്ചും ബൾബും വരച്ച് യോജിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ സ്വിച്ചിന് താഴെ എത്രയാണുള്ളത്? 3 × 9 ആണല്ലേ. 3 × 9 എത്രയാണ് ഉത്തരം? 3 9 27, 27. അപ്പം നമുക്ക് 27ലേക്ക് വരച്ചു കൊടുക്കാം. പിന്നെയോ റെഡിൽ ഏതാണ് സ്വിച്ച്, ഏത് നമ്പറാണുള്ളത്? 5 × 5 ആണല്ലേ. 5 × 5 എത്രയാ? 25, 25. പിന്നെ യെല്ലോയിൽ ഏതാ? മഞ്ഞയിൽ 7 × 3 7 3 21. പിന്നെ 6 × 6 6 36. പിന്നെയോ 9 × 9 എത്രയാണ്? 81. 6 × 8 എത്രയാ? 48. അപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ കളറും കൊടുക്കുക, അതിലേക്ക് വരച്ച് യോജിപ്പിക്കുകയും ചെയ്യുക കേട്ടോ. അടുത്തത് ക്രിക്കറ്റ് മാച്ച് ആണ് അല്ലേ. ക്രിക്കറ്റ് മത്സരം. മീനൂസ് സിസ്റ്റർ ഹിറ്റ് 11 സിക്സേഴ്സ്. 11 സിക്സേഴ്സ്. 6 പറഞ്ഞാൽ 6 റണ്ണാണ് കേട്ടോ. ഒരു 6 എന്ന് പറഞ്ഞാൽ 6 റൺസ്. ആൻഡ് 15 ബൗണ്ടറീസ്. 15 ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ 4 റൺസ് ഒന്നിലെടുക്കുന്ന അങ്ങനത്തെ 15 ബൗണ്ടറീസ്. ഹൗ മെനി റൺസ് ഡിഡ് ഷീ ഗെറ്റ് ഫ്രം ദീസ്? ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിൻ്റെ ചേച്ചി എത്രയാണ്? 11 സിക്സറും 15 ബൗണ്ടറിയും എടുത്തു. നമ്മൾ 6 4 എന്ന് പറയില്ലേ, അത് എടുത്തു. ആകെ എത്ര റൺസാണ് ഇങ്ങനെ കിട്ടിയത്? അതിനിവിടെ സൈഡിൽ നമുക്ക് 15ൻ്റെ ഗുണനം തന്നിട്ടുണ്ട് അല്ലേ. 15 4 റൺസ്. 4 റൺസ് എന്ന് പറയുന്നത് ഒരു 4 അടിച്ചാൽ 4 റൺസ്. അങ്ങനെ 15 4 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? 15 × 4 എത്രയാണ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? 60 ആണ്, 60. അപ്പോൾ 4ൻ്റെത് 60 റൺസ് കിട്ടി. പിന്നെ 11 6 എടുത്തിട്ടുണ്ട്. ഒരു 6 പറയുമ്പോൾ 6 ആണ്. അപ്പോൾ 11 ഗുണിക്കണം 6 എത്രയാണ്? 10 6 60. 11 6 66. അപ്പോൾ എന്ത് ചെയ്യുക? 66 + 60 എത്രയാണ്? 126. അപ്പോൾ എത്ര റൺസാണ് കിട്ടിയത് എന്നുള്ളിടത്ത് നമുക്ക് എന്തെഴുതാം? 126 126 എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നത് നമുക്ക് നോക്കാം അല്ലേ. സിക്സറുകളിൽ നിന്നും കിട്ടിയ റൺസ് ഫ്രം സിക്സേഴ്സ് എത്രയാ? 10 ടൈം ആണെങ്കിൽ 10 പ്രാവശ്യം 6 ആണെങ്കിൽ 60. പിന്നെ ഒരു പ്രാവശ്യവും കൂടെ 6 ആവുന്ന സമയത്ത് 66 അല്ലേ. 11 പ്രാവശ്യം 6 എന്ന് പറയുമ്പോൾ 66. പിന്നെ റൺസ് ഫ്രം ബൗണ്ടറീസ്. പിന്നെ ഫോറുകളിൽ നിന്ന് കിട്ടിയ ബൗണ്ടറികളിൽ നിന്ന് കിട്ടിയത് എത്രയാണ്? 10 പ്രാവശ്യം ആവുന്ന സമയത്ത് 40 40. പിന്നെയോ പിന്നെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം കൂടെ ആവുന്ന സമയത്ത് 20 അല്ലേ, 20 ആണ്. അപ്പം 40യും 20യും കൂടെ കൂട്ടുന്ന സമയത്ത് എത്രയാണ്? 15 ബൗണ്ടറീസ് ആകുമ്പോൾ എത്രയാണ്? 40 + 20 60 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മീനുവിൻ്റെ ചേച്ചിക്ക് റൺസ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? എത്ര റൺസാണ് കിട്ടിയതെന്ന്. ഇനി അടുത്തത് നോക്കാം. പ്രൈസ് ഓഫ് ബാംഗിൾസ്. വളയുടെ വില. The price of a dozen bangles is 25 rupees. Meenu bought 4 dozen red bangles and 3 dozen blue. What is the total price? അതായത് ഒരു ഡസൻ വളയ്ക്ക് 25 രൂപയാണ് വില. മീനു 4 ഡസൻ ചുവപ്പ് വളയും 3 ഡസൻ നീല വളയും വാങ്ങി. ആകെ വില എത്രയാണ്? ഇവിടെ നീലയും പിന്നെ കളറൊന്നും നോക്കണ്ട കേട്ടോ, നീലയും ചുവപ്പും നോക്കണ്ട. ഡസന് എത്രയാണ് പറഞ്ഞത്? 25 ആണ്. അങ്ങനത്തെ 4 ഡസനും 3 ഡസനും വെവ്വേറെ വാങ്ങിയില്ലേ.
അപ്പോൾ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒരു ഡസൻ വളയ്ക്ക് 25 രൂപയാണ്. അപ്പോൾ 25 രൂപയുടെ 4 ചുവപ്പ് ഡസനാണ് അല്ലേ വാങ്ങിയിട്ടുള്ളത്. 4 ഡസൻ ചുവപ്പ് വളയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 100 രൂപ അല്ലേ. 25 ഗുണിക്കണം 4 25 4 കൂട്ടിയാൽ 50 75 100 അല്ലേ. പിന്നെയോ 3 ഡസൻ നീല വാങ്ങിയപ്പം 25 ഗുണിക്കണം 3 അപ്പോൾ എത്രയായി? 75. അപ്പോൾ 100ഉം 75ഉം കൂട്ടുന്ന സമയത്ത് 175 രൂപയാവും. ഇനി മൊത്തമായിട്ട് കൂട്ടാൻ പറ്റുന്ന കുട്ടികൾക്ക് 3ഉം 4ഉം 7 ഡസൻ വളയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 7നെ 25 കൊണ്ട് ഗുണിച്ചാൽ മതി. 7 25 എത്രയാണ്? 4 25 100. അപ്പോൾ 7 25 175. ഓക്കെ അല്ലേ. ഇനി ഒരു ഡസൻ വള എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 12 എണ്ണമാണ് കേട്ടോ ഒരു ഡസൻ എന്ന് പറയുന്നത്. ഇനി താഴെ കംപ്ലീറ്റ് ദ ടേബിൾസ് പട്ടിക പൂർത്തിയാക്കാനാണ്. 1 × 6 എത്രയാ? 6. പിന്നെ 2 ഗുണിക്കണം 6 12. അങ്ങനെ 6ൻ്റെ ഗുണന പട്ടിക അവിടെ എഴുതണം. പിന്നെയോ 10 ഗുണിക്കണം 6 20 ഗുണിക്കണം 6 30 ഗുണിക്കണം 6 അങ്ങനെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്താലോ? 3 6 18 4 6 24 5 6 30 6 6 36 7 6 42 8 6 48 9 6 54 10 6 60. അപ്പോൾ മക്കൾ ആ ഒരു ചെറിയ സ്പേസിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്തത് എഴുതാം. 10 ഗുണിക്കണം 6 60 20 ഗുണിക്കണം 6 120 30 ഗുണിക്കണം 6 180 40 ഗുണിക്കണം 6 240 50 ഗുണിക്കണം 6 300 60 ഗുണിക്കണം 6 360 70 ഗുണിക്കണം 6 420 80 ഗുണിക്കണം 6 480 90 ഗുണിക്കണം 6 540 100 ഗുണിക്കണം 6 600. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് ഒരു ബന്ധം മനസ്സിലാകുന്നത്? 1 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 6 ആണല്ലേ. അതിനെ 10 കൊണ്ടാക്കുമ്പോൾ ആ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 60ആയി. ഇനി ഇവിടെ 44 × 6 അത് മനക്കണക്കായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 40 × 6 കാണുക. 40 × 6 എത്രയാ? അതിന് 4 6 എത്രയാ നോക്കുക, എന്നിട്ടൊരു 0 ഇടുക. 4 6 24 എന്നിട്ടൊരു 0 ഇടുക. പിന്നെയോ അപ്പോൾ എത്രയായി? 240ആയി. വീണ്ടും 4 6 എത്രയാണ്? 24. അപ്പോൾ എത്രയായി? 240ഉം 24ഉം കൂട്ടിയാൽ പോരെ? അതായത് 44 6 എത്ര കിട്ടും? അപ്പോൾ 264 അല്ലേ. നമുക്കറിയുന്ന സംഖ്യ കൊണ്ട് ആദ്യം ചെയ്യുക, എന്നിട്ട് അതിന് 0 ഇട്ട് കൊടുക്കുക അല്ലേ. 40 എന്നുള്ളത് 4 × 6 4 × 6 അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ 7 8 9 എന്നീ സംഖ്യകളുടെ ഗുണനക്രിയകൾ എഴുതൂ. അപ്പം നമുക്ക് ആദ്യം 7ൻ്റെത് നോക്കാം അല്ലേ. ഒരു 7 7 2 7 14 3 7 21 4 7 28 5 7 35 6 7 42 7 7 49 8 7 56 9 7 63 10 7 70. ഇനി 8ൻ്റെതോ? ഒരു 8 8 2 8 16 3 8 24 4 8 32 5 8 40 6 8 48 7 8 56 8 8 64 9 8 72 10 8 80. ഇനി 9ൻ്റെത് എഴുതാം. അടുത്തത് 9ൻ്റെതാണ്. ഒരു 9 9 2 9 18 3 9 27 4 9 36 5 9 45 6 9 54 7 9 63 8 9 72 9 9 81 10 9 90. അപ്പോൾ ഇത് മക്കൾ എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. 110 ഗുണിക്കണം 6 അല്ലേ. പിന്നെയോ 52 ഗുണിക്കണം 6 38 ഗുണിക്കണം 6. അപ്പം നമുക്ക് 110 ഗുണിക്കണം 6. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 100 ഗുണിക്കണം 6 എത്രയാ? 600 ആണല്ലേ. അപ്പോൾ പിന്നെ 10 ഗുണിക്കണം 6 60. അപ്പോൾ 600 കൂട്ടണം 60 എത്രയാ? 660. നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തത് 52 ഗുണിക്കണം 6 ആണല്ലേ. 52 × 6. അപ്പോൾ 50 × 6 എത്രയാ? നമ്മൾ പഠിച്ചു. എത്രയാണ്? 5 6 നോക്കിയാൽ മതി അല്ലേ. 5 6 30 അല്ലേ. 30. അപ്പോൾ എന്ത് ചെയ്യാം? 30 എന്ന് പറയുമ്പോൾ 56 എന്ന് പറയുമ്പോൾ 300 അല്ലേ. 300 ആണ്. ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 6 12. അപ്പോൾ 300 + 12 എത്രയാണ്? 312 312.
അടുത്ത ചോദിച്ചിട്ടുള്ളത് 38 × 6 അല്ലേ, 38 × 6. അപ്പോൾ 36 എത്രയാണ്? 3 6 18 അപ്പോൾ അതിനോടൊരു 0 ഇട്ട് കൊടുക്കുക, 180. പിന്നെ 8 6 എത്രയാണ്? 6 8 48 അപ്പോൾ 180 + 48 എത്രയാ വരിക? 228 അല്ലേ. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കൂ, മനക്കണക്കായിട്ട് ചെയ്യൂ. അപ്പോൾ മക്കൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് മനസ്സിൽ തന്നെ കൂട്ടി എഴുതുക. അടുത്തത് കംപ്ലീറ്റ് ദ പൂക്കളം പൂർത്തിയാക്കുക. ഇവിടെ എന്താണ്? നടുവിൽ നോക്കിക്കേ, നടുക്ക് 5 ആണ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ താഴോട്ട് നോക്കുന്ന സമയത്ത് 5 7 അതിൻ്റെ നേരെ എത്ര തന്നിട്ടുള്ളത്? 5 7 5 7 അതിൻ്റെ നേരെ 35. അപ്പോൾ 5 7 35. അതിൻ്റെ തൊട്ടടുത്ത് 5 3 15 താഴെ ഭാഗത്ത് കേട്ടോ. പിന്നെയോ 5 17 5 17 85. പിന്നെ 5 തന്നിട്ടുണ്ട്, പിന്നെ ഡാഷ് ആണ് അല്ലേ, ആ ഒരു പൂവിലൊന്നുമില്ല. പിന്നെ 50 തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര 5 ആണ് 50? എത്ര 5 ആണ് 50? 15 ആണല്ലേ. അപ്പോൾ അവിടെ 10 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 5 15 ആണല്ലേ. 5 15 എത്രയാണ്? 5 10 50 5 5 25 അല്ലേ. അപ്പോൾ 50 25 75 75. അടുത്തത് 5 നടുക്കുണ്ട്, പിന്നെ 40 ആണ് തന്നിട്ടുള്ളത് അല്ലേ ഉത്തരവായിട്ട്. അപ്പോൾ എത്ര 5 ആണ് 40? എത്ര 5 ആണ്? 8 5 8 5 ആണ് 40. അടുത്തത് 5ന് നേരെ 12 ആണല്ലേ ഉള്ളത്, 12 ആണ്. അപ്പോൾ എത്രയാ ഉത്തരം വരിക? 5 12 എത്രയാ? 5 10 50 5 2 10 അപ്പം 50 10 60. അടുത്തത് 5ന് നേരെ ഏതാണ്? 6 ആണ് അല്ലേ. 5 6 എത്രയാ? 30 30 അല്ലേ. അങ്ങനെ ആ ഒരു ഫ്ലവർ മക്കൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ പിന്നെയും പറയുകയാണ്, ഗുണനപ്പട്ടിക നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി താഴെ കംപ്ലീറ്റ് ദ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? 3 6 9 അല്ലേ. 3 6 9. അപ്പോൾ നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് നോക്കുക? ഫസ്റ്റ് 2 നമ്പേഴ്സ് തമ്മിൽ എന്താണ് വ്യത്യാസം, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കുക. ഒന്നാമത്തെ 3 എന്ന നമ്പറിനോട് എത്ര കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്? 3 കൂട്ടുമ്പോൾ അല്ലേ. വീണ്ടും 3 കൂട്ടുമ്പോൾ 9 കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും 9നോട് 3 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 12. പിന്നെ 3 കൂട്ടുന്ന സമയത്ത് 15. പിന്നെയോ 18 അല്ലേ. അടുത്തത് 4 തന്നിട്ടുണ്ട്, പിന്നെ 8 തന്നിട്ടുണ്ട് അല്ലേ. 4നോട് 4 കൂട്ടി. അപ്പോൾ 8നോട് 4 കൂട്ടുമ്പോൾ 12. 12നോട് 4 കൂട്ടുമ്പോൾ 16. പിന്നെ 20 24. പിന്നെയോ 4 കൂട്ടുന്ന സമയത്ത് 28. അടുത്തത് 27 36 45 ആണല്ലേ. അപ്പോൾ 27നോട് 9 കൂട്ടുമ്പോഴാണ് 36 ആവുന്നത്. 36നോട് വീണ്ടും 9 കൂട്ടുമ്പോൾ 45. പിന്നെ 9 കൂട്ടുമ്പോൾ എത്രയാണ്? 54. പിന്നെയോ 63. പിന്നെ 72 അല്ലേ. അടുത്തത് സിമ്പിളാണ് അല്ലേ. 45 40 35. അപ്പോൾ എന്താ ചെയ്തത് നോക്കണം, കൂട്ടിയതാണോ കുറച്ചതാണോ? 45ൽ നിന്ന് 5 കുറയ്ക്കുന്ന സമയത്ത് 40. വീണ്ടും 5 കുറയ്ക്കുമ്പോൾ 35. ഇനി 5 കുറയ്ക്കുമ്പോൾ 30 25 20. അടുത്തത് 15 30 45 അല്ലേ. 15 30 45. അപ്പോൾ എത്രയാണ് കൂട്ടുന്നത്? 15നോട് എത്ര കൂട്ടുമ്പോൾ 30 ആവുന്നത്? 15 ആണ് അല്ലേ. അപ്പോൾ 45നോട് 15 കൂട്ടുമ്പോൾ 60 75 90. ഇനി അടുത്ത പാറ്റേണോ? 25 50 75. അപ്പോൾ എത്രയാണ് കൂട്ടുന്നത്? 25 ആണ് അല്ലേ. അപ്പോൾ 75നോട് 25 കൂട്ടുമ്പോൾ 100. പിന്നെ 125. പിന്നെയോ 150 150. ഇനി ലാസ്റ്റ് പാറ്റേൺ ആണ് 100 200 300 400 500 600 700 അല്ലേ. 100 ആണ് 100 ആണ് കൂട്ടി പോകുന്നത്. ഇനി ഞാൻ കണ്ടെത്തിയ പാറ്റേണിൽ ഏതാ പാറ്റേൺ? ഐ ഫൗണ്ട് ഔട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതാം. ഞാനിവിടെ കുറച്ച് കൊടുക്കാം, മക്കൾക്ക് ഇഷ്ടമുള്ളത് മക്കൾ എഴുതുക കേട്ടോ.
അപ്പോൾ 20 കൂട്ടിയും കൊണ്ട് 20, 40, 60, 80, 100. പിന്നെ 6ൻ്റെ വ്യത്യാസത്തിൽ 6, 12, 18, 24, 30. പിന്നെ 5, 50, 55, 60, 65, 70 അങ്ങനെ. പിന്നെ 200 കൂട്ടിക്കൂട്ടി 200, 400, 600, 800, 1000 അങ്ങനെ ഏത് നമ്പറാണോ നിങ്ങൾ ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത് ആ നമ്പർ തന്നെ കൂട്ടിക്കൂട്ടി നിങ്ങൾക്ക് ഏത് നമ്പേഴ്സ് വെച്ചിട്ടും പാറ്റേൺ ഉണ്ടാക്കാം കേട്ടോ. അടുത്തത് മാത്ത് ഫെയർ ആണ്, ഗണിതമേള. ദ മാത്ത് ഫെയർ ഇൻ മീനൂസ് സ്കൂൾ ഹാഡ് മെനി കോമ്പറ്റീഷൻസ് ആൻഡ് ദർ വേർ 6 വിന്നേഴ്സ്. ദേ വേർ ഗിവൺ ബുക്സ് ആസ് ഗിഫ്റ്റ്സ്. മീനുവിൻ്റെ സ്കൂളിലെ ഗണിതമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ 6 കുട്ടികളാണ് ജയിച്ചത്. അവർക്ക് സമ്മാനമായിട്ട് പുസ്തകം കൊടുത്തു. ഒരു പുസ്തകത്തിന് 100 രൂപയാണ് വില. 6 എണ്ണം വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വീതം കുറച്ചു. അപ്പോൾ ആകെ എത്ര രൂപയാണ് കൊടുത്തത്? ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. കുറച്ചതോ ഓരോ പുസ്തകത്തിനും 5 രൂപ വെച്ച് കുറച്ചു. ആയതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 100 കുറയ്ക്കണം 5 അല്ലേ. 100 - 5 = 95 95 അപ്പോൾ ഒരു പുസ്തകത്തിന് എടുത്തിട്ടുള്ള വില. അങ്ങനെയെങ്കിൽ 6 പുസ്തകങ്ങളുടെ വില സമം 6 × 95 570 രൂപയാണ്. ഇനി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. 6 ബുക്കിൻ്റെ വില എന്ന് പറയുമ്പം ഒരു ബുക്കിന് 100 ആയതുകൊണ്ട് 100 ഗുണിക്കണം 6 600 രൂപയാണ്. അപ്പോൾ ഒരു ബുക്കിന് 5 രൂപ വെച്ച് കുറയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ 6 ബുക്കിന് 5 രൂപ വെച്ച് കുറയ്ക്കുന്ന സമയത്ത് 5 ഗുണിക്കണം 6 30 രൂപയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ 600-ൽ നിന്ന് 30 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 570 രൂപയാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ പ്രൈസ് ഓഫ് 1 ബുക്ക്. ഒരു പുസ്തകത്തിന് കൊടുത്ത വില എത്രയാണ്? 100 രൂപയിൽ നിന്ന് 5 രൂപ കുറച്ചത് കൊണ്ട് തന്നെ 95 95. ഇനി നമ്പർ ഓഫ് ബുക്സോ, പുസ്തകങ്ങളുടെ എണ്ണം 6. ആകെ വില 6 ഗുണിക്കണം 95 = 570 570. അടുത്ത ചോദ്യം. വാട്ട് കൈൻഡ്സ് ഓഫ് കറൻസി നോട്ട്സ് ക്യാൻ ബി ഗിവൺ ആസ് ദ പ്രൈസ് ഓഫ് ബുക്സ്. പുസ്തകങ്ങളുടെ വിലയായി കച്ചവടക്കാരന് ഏതൊക്കെ നോട്ടുകളാവും കൊടുത്തിരിക്കുക? ഈ 570 രൂപ അല്ലെ 570 എന്നുള്ളത് ഏതൊക്കെ നോട്ടുകളായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അപ്പോൾ 2 രീതിയിൽ നോക്കാം. ഒന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 500ൻ്റെ 1. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 500. പിന്നെ 51. അപ്പോൾ 50 10 രൂപ അല്ലേ, 10 റുപ്പീസ് 2 എണ്ണമാണ്. അപ്പോൾ 20. അപ്പോൾ 570 ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ രീതിയിൽ വേറെ നോട്ടുകൾ കൊടുത്തിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇനി 200ൻ്റെ 2 എണ്ണം എടുത്താൽ 400 ആയി. 100 രൂപയുടെ 1 എടുത്താൽ ഒരു 100 ആയി. അപ്പം 400ഉം 100ഉം 500 ആയില്ലേ. പിന്നെയോ 10 രൂപയുടെ 5 എണ്ണം എടുത്താൽ 50. 5 രൂപയുടെ 4 എണ്ണം എടുത്താൽ 20. അപ്പോൾ എത്രയായി? 570. ഇനി ഇത് നല്ലാതെ മക്കളെ രീതിയിൽ എഴുതാം കേട്ടോ. 100ൻ്റെ 5 എണ്ണം എടുക്കാം, 50 രൂപയുടെ പിന്നെ എടുക്കാം, 50 20 അങ്ങനെ എടുക്കാം. ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തതിൽ നോട്ടുകളുടെ എണ്ണം 4 ആയിരുന്നു അല്ലേ. രണ്ടാമത്തതിൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നോട്ടുകളുടെ എണ്ണം 12 ആയി. അപ്പോൾ എത്ര നോട്ടുകളുടെ എണ്ണം ആയാലും തുക സെയിം ആയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം. 10 കറൻസി നോട്ട്സ് were given to the bookseller. Which note can they be? കച്ചവടക്കാരന് കൊടുത്തത് 10 നോട്ടുകളാണ്. ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 10 നോട്ടുകളെ എണ്ണം 10 എണ്ണേ പാടുള്ളൂ. ഏത് നോട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ മക്കൾ ടെക്സ്റ്റിലേക്ക് നോക്കിക്കേ. 200ൻ്റെ 1 1 കേട്ടോ. 1. അപ്പോൾ എത്രയായി? 200 ആയി. 100ൻ്റെ 1 അപ്പം 100. 50ൻ്റെ 4 200. 20ൻ്റെ 3 60. 10ൻ്റെ 1 10. അപ്പോൾ എത്ര നോട്ടുകളായി? 1 2 2 4 6 6 3 9 9 1 10 10 നോട്ടുകളായി. എത്ര രൂപയായി? 200 300 500 560 570. ഇനി വേറെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 100ൻ്റെ 3 നോട്ടുകളാകുമ്പോൾ 300. 50ൻ്റെ 5 എണ്ണം ആകുമ്പോൾ 250. 10ൻ്റെ 2 എണ്ണം ആകുമ്പോൾ 20. അപ്പോൾ 3 5 8 നോട്ടുകളായി. 2ഉം 10 നോട്ടുകൾ. പിന്നെ 300ഉം 250ഉം 550 ആയി. അതിനോട് 20 കൂട്ടുമ്പോൾ
70. ഇനി മക്കൾക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ 10 നോട്ടുകളെ എണ്ണം ഇവിടെ പാടുള്ളൂ. തുക 570 രൂപ ആവുകയും വേണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും ഉത്തരം ഒന്ന് തന്നെയാണോ നോക്കുക കേട്ടോ. ഇനി ക്രിസ്മസ് ട്രീ. മീനു ബോട്ട് 5 പാക്കറ്റ്സ് ഓഫ് ഡ്രിങ്കറ്റ്സ് ടു ഡെക്കറേറ്റ് ഹെർ ക്രിസ്മസ് ട്രീ. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി അലങ്കാര സെറ്റുകൾ 3 പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റിന് 98 രൂപയാണ് വില. അപ്പോൾ ആകെ എത്ര രൂപയായി? 3 പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ 98നെ 3 കൊണ്ട് ഗുണിക്കാം. അതല്ലെങ്കിലോ 100നെ നമുക്ക് എളുപ്പത്തിനല്ലേ റൗണ്ടാക്കിയിട്ട് 100നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെയോ എന്ത് ചെയ്യുക? 98 എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 2 കുറച്ചതല്ലേ. അപ്പോൾ 2 3 കുറയ്ക്കുക, 6 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടൂലേ? ചെയ്ത് നോക്കല്ലേ. 100 × 3 = 300. പിന്നെ 2 × 3 = 6. 2 എന്ന് പറയുന്നത് 98 രൂപയാണല്ലോ. അപ്പോൾ 100ൽ നിന്നും 2 കുറച്ചതാണ് 98. അങ്ങനെ ആകുമ്പോൾ 3 ഡസനിൽ നിന്നും 3 പാക്കറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം അല്ലേ. അപ്പോൾ 3 2 6 ആണ്. അപ്പോൾ 300ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 294 ആണ് കിട്ടുക. മറ്റൊരു രീതിയിൽ എളുപ്പത്തിന് ചെയ്യാൻ 98 അല്ലേ, 98 അപ്പോൾ 98 വേറെ വേറെ ആക്കുക. 90ന് ആദ്യം 3 കൊണ്ട് ഗുണിക്കുമ്പം 270 അതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. 90 എന്നുള്ളത് 9 3 9 3 എത്രയാ? 1 9 9 2 9 18 3 9 27. അതിൻ്റെ കൂടെ 90 ആയതുകൊണ്ട് തന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രയായി? 270. ഇനി 8 അല്ലേ ഉള്ളത്. ആ 8നെയും 3 കൊണ്ട് ഗുണിക്കുക. 98ലുള്ള ബാക്കി 8നെ 3 കൊണ്ട് ഗുണിക്കുമ്പം 24. ആ സമയത്ത് എന്ത് ചെയ്യുക? 270ഉം 24ഉം കൂടെ കൂട്ടുക. അപ്പോൾ എന്താണ്? 294 ആൻസർ വരിക. ഏതാണ് മക്കൾക്ക് എളുപ്പം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് അല്ലേ, ചെയ്ത് നോക്കാം. ഫുട്ബോൾ സ്റ്റേഡിയം. 99 people can be seated in one tier of the stadium and there are 10 tiers. How many people can be seated in all? ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം. അങ്ങനെയെങ്കിൽ സ്റ്റേഡിയത്തിന് 10 വരിയാണുള്ളത്. അപ്പോൾ ആകെ എത്ര പേർക്ക് ഇരിക്കാം? ഒരു വരിയിലോ 99 പേർക്കാണ്. അങ്ങനത്തെ 10 വരിയുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക അല്ലേ. 99 ഗുണിക്കണം 10 അല്ലേ. 99നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു 0 കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആൻസറായി. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഹൗ മെനി പീപ്പിൾ കുഡ് ഹാവ് ബീൻ സീറ്റഡ് ഇൻ ഇഫ് ഈച്ച് ടയർ കുഡ് സീറ്റ് 100? ഒരു വരിയിൽ 100 പേർക്കുള്ള 100 സീറ്റ് ആയിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു എന്നല്ലേ. ഒരു വരിയിൽ 100 സീറ്റ് ആയിരുന്നെങ്കിൽ 100 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമെന്ന്. അപ്പോൾ 10 വരിയാണുള്ളത്. അപ്പോൾ 10 ഗുണിക്കണം 100. അങ്ങനെയെങ്കിൽ 100ൻ്റെ കൂടെ ആ 10ൻ്റെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഉത്തരമായില്ലേ, 1000 ആയി. ഇനി മൂന്നാമത്തെ ചോദ്യം അതിൽ വരുന്നുണ്ട്. 4 seats ഫ്രം ഈച്ച് ടയർ വാസ് റിമൂവ്ഡ് ടു ബിൽഡ് അനദർ ഗേറ്റ് ടു ദ സ്റ്റേഡിയം. ഹൗ മെനി സീറ്റ്സ് ആർ ദർ നൗ? സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും 4 വീതം സീറ്റുകൾ ഇളക്കി മാറ്റിയാൽ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റ് ഉണ്ടാവും? അപ്പോൾ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ 10 വരിയാണ്. 10 വരിയിൽ ഒരു വരിയിൽ 100 എണ്ണം ഉണ്ടായതുകൊണ്ട് 10 വരിയിൽ 1000 സീറ്റാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഓരോ വരിയിലും 4 എണ്ണം വീതം പോക്കുമ്പോൾ 10 വരിയിൽ നിന്നും 4 എണ്ണം പോക്കണം അല്ലേ. അപ്പോൾ 10 4 എത്രയാണ്? 40. 10 × 4 40 ആണ്. അപ്പോൾ 1000ൽ നിന്നും 40 മൈനസ് ചെയ്യുക. എത്രയാണ്? 960 ആണ്. 60 സീറ്റുകളാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഡേറ്റ്? ഏത് തീയതി എന്നാണ്? ദ ഫസ്റ്റ് മൺഡേ ഓഫ് 2024 ഒക്ടോബർ ഈസ് ഓൺ ദ 7th. ഓൺ വാട്ട് ഡേറ്റ് ഈസ് ദ 4th മൺഡേ? 2024 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. 4ാമത്തെ തിങ്കളാഴ്ച അങ്ങനെയെങ്കിൽ ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാ മക്കളെ? ആഴ്ചയിൽ 7 ദിവസമാണല്ലേ ഉള്ളത്. അപ്പോൾ 7ൻ്റെ ഗുണനം നോക്കിയാൽ മതി. തിങ്കളാഴ്ച ഫസ്റ്റ് തിങ്കളാഴ്ച 7 ആണ്. രണ്ടാമത്തെ തിങ്കളാഴ്ച 14, മൂന്നാമത്തെ തിങ്കളാഴ്ച 21, 4ാമത്തെ തിങ്കളാഴ്ചയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 28 ആണ് കേട്ടോ.
അടുത്ത ചോദ്യം ഹൗ മെനി ബനാന ട്രീസ്, എത്ര വാഴ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീനു പ്ലാന്റഡ് 7 ബനാന ട്രീസ് ഇൻ എ റോ. മീനു തൻ്റെ വാഴത്തോട്ടത്തിൽ ഒരു വരിയിൽ 7 വാഴയാണ് നട്ടത്. ഹൗ മെനി ഓഫ് ദം ക്യാൻ ബി പ്ലാന്റഡ് ഇൻ 8 സച്ച് റോസ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം 8 വരികളിലായി എത്ര വാഴ നടാം? If 9 trees were planted in each row instead, how many could be planted? അതിൽ തന്നെ ചോദിച്ചിട്ടാണ് ഒരു വരിയിൽ ഇനി 9 വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴ നടാം. ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു വരിയിൽ 7 വാഴ നടാം, അതിൽ 8 വരികളിലായിട്ട് എത്ര വാഴ നടാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 7 ഗുണിക്കണം 8 എത്രയാണ്? 7 8 എത്രയാണ്? 5 8 40, 6 8 48, 8 56 അല്ലേ? 8 വരികളിലായി 56 വാഴകൾ നടാം. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് 8 വരിയാണുള്ളത്, പക്ഷേ ഒരു വരിയിൽ 9 വീതം നട്ടാൽ എത്ര വാഴ നടാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9 ഗുണിക്കണം എത്രയാ? 8 ആണല്ലേ? 8 വരി തന്നെയാണ്, വരിക്ക് മാറ്റില്ല, വാഴയുടെ എണ്ണത്തിനാണ് മാറ്റുള്ളത്. അപ്പോൾ 8 × 9 എത്രയാ മക്കളെ? 72 ആണല്ലേ? അപ്പം 72 വാഴകൾ നടാം. 7 വാഴ വീതം ഒരു വരിയിൽ നടുകയാണെങ്കിൽ എത്രയായിരുന്നു? 56 ആയിരുന്നു. ഇനി ഒരു വരിയിൽ 9 വീതം നടുകയാണെങ്കിൽ 72 വാഴകൾ നടാം. നാലാമത്തെ ചോദ്യം മാത്ത് ക്വിസാണ് കേട്ടോ, ഗണിത ക്വിസാണ്. 8 children won this month's math quiz in Mino's school. It was decided to give each a gift box with 6 items. The price list into shops are given below. എന്താ ചോദിച്ചിട്ടുള്ളത്? മീനുവിൻ്റെ സ്കൂളിൽ ഈ മാസത്തെ ഗണിത ക്വിസിൽ 8 പേരാണ് ജയിച്ചിട്ടുള്ളത്. അവർക്ക് പഠനോപകരണ കിറ്റ് സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ചു. കിറ്റിലെ 6 ഇനങ്ങൾക്ക് മിക്കി സ്റ്റോഴ്സിലെയും ഡോറ സ്റ്റോഴ്സിലെയും വില താഴെ കൊടുക്കുന്നു. മിക്കി സ്റ്റോഴ്സിൽ പെൻസിലിന് 5 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ പെൻസിലിന് 4 രൂപ. മിക്കി സ്റ്റോഴ്സിൽ പെന്നിന് 8 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ പെന്നിന് 10 രൂപയാണ്. പിന്നെ മിക്കി സ്റ്റോഴ്സിൽ എറേസറിന് 3 രൂപയാണ്, പിന്നെ ഡോറ സ്റ്റോഴ്സിലും സെയിം തന്നെ. പിന്നെ റൂളറിന് മിക്കി സ്റ്റോഴ്സിൽ 7 റുപ്പീസാണ്, ഡോറ സ്റ്റോഴ്സിൽ 9 റുപ്പീസാണ്. പിന്നെ സ്കെച്ച് പെന്ന് പാക്കറ്റിന് 30 രൂപയാണ്, മിക്കി സ്റ്റോഴ്സിൽ 27 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ. അതുപോലെ ക്രയോണിന് 10 രൂപയാണ്, മിക്കി സ്റ്റോഴ്സിൽ 8 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ. അപ്പോൾ എന്താ ചോദ്യം തന്നിട്ടുള്ളത്? ഫ്രം വിച്ച് ഷോപ്പ് ഈസ് ഇറ്റ് ബെറ്റർ ടു ബൈ ദ തിങ്സ്. സമ്മാനങ്ങൾ ഏത് കടയിൽ നിന്നും വാങ്ങുന്നതാണ് മെച്ചം? അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിലുള്ള രൂപകൾ അല്ലേ, റുപ്പീസൊക്കെ നമുക്കൊന്ന് കൂട്ടി നോക്കണം. അപ്പോൾ ഏതാണോ കുറവ് നോക്കാം. അപ്പോൾ ആദ്യം മിക്കി സ്റ്റോഴ്സിൻ്റെത് കൂട്ടി നോക്കാം അല്ലേ. മിക്കി സ്റ്റോഴ്സിൻ്റെത് എല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് 63 രൂപയാണ് കിട്ടുന്നത്, 63 റുപ്പീസാണ്. ഇനി ഡോറ സ്റ്റോഴ്സിൻ്റെത് നോക്കാം. ഡോറ സ്റ്റോഴ്സിൻ്റെത് കൂട്ടുന്ന സമയത്ത് 61 കിട്ടുന്നത്. അപ്പോൾ ഏത് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്, ലാഭകരം ഏതാണ്? ഡോറ സ്റ്റോഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഉത്തരം ഡോറ സ്റ്റോഴ്സ് എന്നാണ് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ബൈ ഓൾ ദ 8 ഗിഫ്റ്റ് പാക്ക് ഫ്രം ഡോറ സ്റ്റോഴ്സ്. 8 പേർക്കുള്ള സമ്മാനം ഡോറ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഡോറ സ്റ്റോഴ്സിൽ ഒരാൾക്ക് വാങ്ങുന്ന സമയത്ത് 61 രൂപയാണല്ലേ. അപ്പോൾ 8 പേർക്ക് വാങ്ങണമെങ്കിൽ 61 ഗുണിക്കണം 8. 61 ഗുണിക്കണം 8 എന്നുള്ളത് നമുക്ക് 60, അതുപോലെ തന്നെ 1 അങ്ങനെ മാറ്റാം കേട്ടോ. അപ്പോൾ 60 ഗുണിക്കണം 8 എത്രയാണ്? 6 8 നോക്കിയാൽ മതി. 6 8 48 ആണല്ലേ. അപ്പോൾ 60ൻ്റെ 08 കൊടുക്കുക. അപ്പോൾ 480 പിന്നെ 8 1 എത്രയാ? 8 1 ബാക്കിയുണ്ടല്ലോ. അപ്പോൾ 8 1 8 ആണ്. 480 + 8 488 രൂപ അല്ലേ. ഡോറ സ്റ്റോഴ്സിൽ നിന്ന് 8 പേർക്ക് വാങ്ങുന്ന സമയത്ത് 488 രൂപയാണ്, 488 റുപ്പീസാണ് ആവുക. അടുത്ത ചോദ്യം വാട്ട് ഇഫ് ദേ വർ ഓൾ ബോർഡ് ഫ്രം മിക്കി സ്റ്റോഴ്സ്. ഇനി ഇതൊക്കെ വാങ്ങുന്നത് മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരാൾക്ക് മിക്കി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങാനുള്ള രൂപ. അപ്പോൾ 8 പേർക്കുള്ള ഗിഫ്റ്റ് ആക്കണം. അതിനെ 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ.
അപ്പോൾ ഒരാൾക്ക് വാങ്ങണമെങ്കിൽ 63 രൂപയാണ് വേണ്ടത്. അപ്പോൾ 63നെ 8 കൊണ്ട് ഗുണിക്കുന്നത് നമുക്കിപ്പോൾ ചെയ്ത പോലെ 60നെ ആദ്യം 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 480 അല്ലേ. 6 8 48 08 കൊടുക്കുക. പിന്നെ 3ആണുള്ളത്. 3നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 8 24. അപ്പോൾ 480ഉം 24ഉം കൂട്ടിയാൽ 504 രൂപയാണ് മിക്കി സ്റ്റോഴ്സിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആവുന്ന രൂപ. ഇനി അടുത്ത ചോദ്യം, ദേ ബോട്ട് സം ഓഫ് തിങ്സ് ഫ്രം വൺ സ്റ്റോഴ്സ് ആൻഡ് സം ഫ്രം ദ അതർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈസ്. കംപ്ലീറ്റ് ദ ടേബിൾ. വില നിലവാരം നോക്കിയിട്ട് 2 കടകളിൽ നിന്നുമായിട്ടാണ് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ അതവിടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ഏത് കടയിലാണോ കുറവ് വെച്ചാൽ അത് വാങ്ങിയിട്ട് എത്ര രൂപയാവുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ കുറവുള്ള ഷോപ്പിൽ നിന്ന് കുറവുള്ള പൈസയാട്ടോ സെലക്ട് ചെയ്യുന്നത്. പെൻസിലിന് 4 രൂപ, പെന്നിന് 8 രൂപ, ഇറേസറിന് 3 രൂപ, റൂളറിന് 7 രൂപ, സ്കെച്ച് പെന്നിന് 27 രൂപ, ക്രയോണിന് 8 രൂപ. അപ്പോൾ മൊത്തം 57 രൂപയാണ് ആകുന്നത്. ഒരേ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ 61 63 രൂപയാവുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഏത് കടയിലാണോ കുറവുള്ളതെന്ന് നോക്കി എടുക്കുന്ന സമയത്ത് 57 രൂപ അല്ലേ, 57 റുപ്പീസാണ് ആവുന്നത്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ ദ 8 കിറ്റ്സ്? 8 കിറ്റിനായിട്ട് നമ്മൾ എത്ര രൂപ ചിലവാക്കണം? 57 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 57നെ 8 കൊണ്ട് ഗുണിക്കുക. എളുപ്പത്തിന് നേരത്തെ ചെയ്തതുപോലെ 50 7 അങ്ങനെ 2 എണ്ണം ആക്കുക അല്ലേ. 50ന് ആദ്യം 8 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 5 8 എത്രയാ? 40ആണ്. പിന്നെ 50ൻ്റെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 400ആയി. പിന്നെ 7നെ ഗുണിക്കുക 8 കൊണ്ട് തന്നെ. 7 8 56ആണ്. ഇനി 400ഉം 56ഉം കൂടെ കൂട്ടുന്ന സമയത്ത് 456 രൂപയാണ്. ഇങ്ങനെ നമ്മൾ വില കുറഞ്ഞത് നോക്കി വാങ്ങുന്ന സമയത്ത് ആവുന്നത്. അടുത്തത് 5ാമത്തേത് ഫിൽ അപ്പ് ദ സെൽസ് അല്ലേ. കളം പൂർത്തിയാക്കാനാണ്. ഫിൽ അപ്പ് ദ എംപ്റ്റി സെൽസ്. ഒഴിഞ്ഞ കളങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. മൾട്ടിപ്ലൈ അലോങ് ദ റോസ് ആൻഡ് കോളംസ്. വരിയായിട്ടും നിരയായും ഗുണിക്കണം. അപ്പോൾ ഇവിടെ 2 ഗുണിക്കണം 3 2 × 3 എത്രയാണ്? 6 അല്ലേ. 6 2 3 6. പിന്നെ 2 × 1 2 ആണ്. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് അതേ ഉത്തരം തന്നെയാണല്ലേ കിട്ടുക. പിന്നെ 1 × 3 എത്രയാ? 3 തന്നെ. പിന്നെ 6 × 3 ഇവിടെ തന്നിട്ടുണ്ട് 18 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണല്ലേ. 6 3 18 ഇനി എത്ര 2 ആണ് 18? 9 2 18. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 24 എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളങ്ങളൊക്കെ പൂർത്തിയാക്കണം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, 2 3 6 2 1 2. ഇനി ഇങ്ങനെ താഴോട്ട് നേരെ കൂട്ടുന്ന സമയത്ത് ഇവിടെയുള്ള 3 4 12 6 4 24. അപ്പോൾ ഈ 2 12 24. ഇവിടെ 24 മാത്രമാണല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി മക്കൾക്ക് വേറെ രീതിയിൽ കിട്ടുകയാണെങ്കിൽ എഴുതുക കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഹണ്ട് അല്ലേ. സമ്മാനം നേടാം. ടേക്ക് മീനു ടു ദ പ്രൈസ്. മീനുവിനെ സമ്മാനത്തിനടുത്തേക്ക് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 12 എന്നുള്ള നമ്പേഴ്സ് എന്താ പറയുന്നത്? ടേക്ക് ദ പാത്ത് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 6 അല്ലേ. 6ൻ്റെ ഗുണനത്തിലൂടെ പോയാൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. 6 അല്ലേ, 12 6 12 പിന്നെയോ 18 പിന്നെ 24 30 36 പിന്നെ 42 48. അപ്പോൾ ഗിഫ്റ്റ് ബോക്സിലെത്തിയില്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.